ഹലോ, എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഇന്ന് ഓണാഘോഷ പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ബസ്സിൽ വന്നിറങ്ങിയിട്ട് ക്ലാസ്സിലോട്ട് കയറി പോവാണ്. അപ്പം പിള്ളേരൊക്കെ വന്നോന്നറിയത്തില്ല. കുറേ പേര് വരികയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. സാറൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, എങ്ങനെയാവും എന്നൊക്കെ അറിയത്തില്ല. വലിയ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. അത്തപ്പൂക്കളം ഇടുന്നു, പിന്നെ ഫുഡ് വെളിയിൽ നിന്നാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുക, പിന്നെ വീട്ടിൽ പോകുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം നല്ല ഓണം ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നോക്കട്ടെ, സാറും രശ്മി ചേച്ചി ഒക്കെ വന്നിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളവർ വരുന്നുകൊണ്ടിരിക്കുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ചെറുതായിട്ടിങ്ങനെ ടൈലറിങ് മെഷീനൊക്കെ ആണെങ്കിൽ സെറ്റാക്കി ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി ഒക്കെ ഓരോന്നൊക്കെ ചെയ്യണം. പൂക്കളൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. ഞാനിങ്ങ് വന്നപ്പോഴത്തേക്ക് മേടിക്കാനായിട്ട് കുട്ടികൾ പോയിട്ടേ ഉള്ളൂ. ഇനി വേണം അതിൻ്റെ ഓരോ ഇതൊക്കെ ശരിയാക്കാനായിട്ട്. അവർ കാപ്പി കഴിച്ചില്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് കാപ്പി മേടിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുക. അത്തപ്പൂക്കൾ അപ്പോഴത്തേക്ക് പൂവൊക്കെ അവർ മേടിച്ചുകൊണ്ട് വന്നേ. അല്ല, ഇതിൻ്റെ പേരുണ്ട് ഇത് കുട്ടപ്പൂവിന്റെ വേറൊരു രീതി. അല്ല, ആമ്പല്. സാർ കല്യാണമാലയിലൊന്നും കണ്ടിട്ടില്ല? ഓ, കല്യാണം കഴിഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കറിയാലോ. എന്റെ കല്യാണം ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു പിങ്ക് കളർ പോലെ സജിത ഉണ്ടായിരുന്നു. ഇപ്പൊ വീഡിയോ കിട്ടും. ഇനി ആവർത്തിക്കത്തില്ല. മലയാളി മങ്കി. മലയാളി മങ്കിക്ക് ട്രോഫി മതി. വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടോ സാറേ? എടുക്കാം. അനാമികയും അജോബിയും കൂടി എൻ്റെ ഫോണും കൊണ്ട് പോയി ഭയങ്കര വീഡിയോ എടുക്കലും പരിപാടിയൊക്കെയാണ്. സൂപ്പറാണെന്ന് പറയണം കേട്ടോ. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വർഷം കൂടെയല്ലേ ഉള്ളൂ ഇവിടെ. ഞങ്ങൾക്ക് അടുത്ത മാസം 3-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓ, എൻ്റെ കാല് നൈസായിട്ടിട്ടേ. ഇത് എന്നതാണ്? ഇത് ഞാൻ പറക്കിക്കളയും. പിന്നെ ഇരിയാക്കലോ എന്താ ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കുമ്പോ സാരി പോവോന്ന് എനിക്ക് പേടി. അത്ര ഇവിടെ ഈ ഫ്രണ്ടില് ഞൊറിയണ്ടേ ചേച്ചി? ഇങ്ങനെ നടക്കണേ. ഈ ഫ്രണ്ടില് ഇത് മാത്രം ഞാൻ ഫ്രണ്ടില് ഞൊറിയിച്ചിട്ട് ഇങ്ങനെ നടക്കണേ. അതങ്ങനെ ഈ സൂപ്പർ അടിയിൽ എനിക്ക് വലിയ എല്ലാവരും ഇട്ടിട്ട് കുത്തിയിരിക്കാൻ വയ്യ. പറ്റിട്ടല്ലേ എടി, ഇതിങ്ങനെ വാരി ആദ്യം നിറയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിയാൽ മതി. അതായിരിക്കും എളുപ്പം. ലാസ്റ്റ് കൂട്ടാം. ഏകദേശം ഇതായെന്നറിയുമ്പോൾ ഒട്ടുമിക്ക കോളേജുകളിലും ഉണ്ണിയുടെ ഇന്നലെ ആയിരുന്നല്ലേ ഇനി കൂട്ട്. കൂട്ടുകാരുടെ അതാ പറഞ്ഞ വീഡിയോ എടുക്കണേ ചേച്ചി. കഴിഞ്ഞു ഗായ്സ്, നമ്മൾ അത്തപ്പൂക്കളം ഇടുകയാണ്. ആദ്യം വാടാമുല്ലപ്പൂ ഇട്ടു. അതെ, വാടാമുല്ലപ്പൂ ഇടുകയാണ്. ഇവിടെ ഒരു ശാലം കൂടെ വേണം. ഇവിടെ ഒരു ശാലം കൂടെ വേണം. ഇവിടെ ഒരു ശാലം തന്നെ. ഈ സൈഡില് അങ്ങനെയല്ല, പിന്നെ സെന്ററിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് അതിന്റെ നടുക്ക്
മറ്റേ ഇത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ വെച്ചാലും മതി. 4 സൈഡിൽ ഇച്ചിരി കൂടി പൊക്കി വെക്കണം, നിറക്കരുത്. നിറക്കി കഴിഞ്ഞാൽ ചേച്ചി പൂവ ചവിട്ടി ചവിട്ടി ഓറഞ്ച് മണ്ടയിൽ ഇങ്ങനെ തൂങ്ങിയിട്ടാണ് നടുക്ക് കെട്ടിട്ടിട്ടാ അത് കെട്ടി വെക്കാം. ഞാൻ ഈ സാധനം തിന്നിട്ടുണ്ട് സാൻ. അത് വീട്ടിലുള്ളതായിരിക്കും. അല്ല ഈ അമ്പലത്തിൽ നിന്ന് നേരെ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടുമ്പോ ഇതൊക്കെ എനിക്ക് കാണുമല്ലോ. ഞാൻ തിന്നു. ഇതൊക്കെ ഇതിനകത്ത് കാണും. അരളിപ്പൂ കാണൂലോ. അള്ളിപ്പൂ അരളിപ്പൂ ഞാൻ കൊറേ എടുത്തു ഇങ്ങടെ ഇടുന്നില്ലേ, ഞാൻ മാത്രമേ ഇടുന്നുള്ളോ. ഞാനും നിർത്തും കേട്ടോ. മഞ്ഞയുടെ കുപ്പി ഒരു കുഞ്ഞ് ഈ റോസോ വയറില അതെ ദോശ പരത്തുക. നല്ല അത് തന്നെ. ഇടുക ദോശ പരത്തുക, ഇടുക ദോശ പരത്തുക. ദോശയാണ് ഞങ്ങളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തിന്നാൻ പറ്റാത്ത ദോശ. അതിന്റെ ഉത്തരം കൂടെ പറഞ്ഞു. ഇത് ഈ ദോശ ദോശയല്ല, അട. എടി അട മറിച്ചിടാൻ പറ്റും. എടി അട മറിച്ചിടണം. ഇത് മറിച്ചിടാൻ യൂട്യൂബിൽ നിങ്ങളുടെ എല്ലാം കാണുന്നതായി. ഇവിടെ ഇവിടെ എനിക്കവിടെ കഴിയത്തില്ല. ഞാൻ ഒരു ദോശ ഇട്ടെ. നന്നായിട്ട് തുടങ്ങും. എടി ചാരം കൂടെ വേണ്ട. നീ അവിടെ ഇച്ചിരി ഇങ്ങോട്ട് $1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ കാശിട്ട് കളിച്ച ആൾക്കാർക്ക് കിട്ടി ഇട്ടു. ഇതെന്നെ ആൻമേജ് ഭയങ്കര കട്ടിയാട്ടോ. അപ്പത്തേക്ക് പുള്ളി തുടങ്ങിയിട്ട് അത്ര നാളായില്ല. ചേച്ചിയുടെ കാലം 9 വർഷമായിട്ടുള്ളൂ. ഉണ്ടല്ലേ? ഇട്ടു. ഞങ്ങൾ അശോകൻ നമ്മുടെ അത്തപ്പൂക്കളം ദേ ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി ഉണ്ട്, തീരാറായി വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ വീട്ടിലോ ഓഫീസിലോ അങ്ങനെയൊക്കെ അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ കമൻ്റായിട്ടൊന്ന് ഇടണം കേട്ടോ. എല്ലാവർക്കും കാണാമല്ലോ. മറക്കല്ലേ. അപ്പോൾ ഫുഡെല്ലാം എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോയി എല്ലാം കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉദ്ഘാടനത്തിനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു, അതിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചിന് വയ്യാതായതുകൊണ്ട് അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെസ്കെല്ലാം സജ്ജീകരിച്ചു. ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയ പറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പറ്റ് പറ്റിയതിൻ്റെ തുടക്കം വേണ്ടി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ലേഡി ഇല്ല, സിന്ധു, അതിനെ തന്നെ എടുക്കുന്നു.
അത് വോട്ടെടുത്തനുസരിച്ചല്ലേ അത് ഇടതുപക്ഷത്തിന് രണ്ടു പേരുടെ ജെസ്സി വിനോദേട്ടനും അതെ പിന്നെ അല്ല എന്നാലും ഓക്കെ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഏതാ പുതിയ സ്റ്റുഡൻ്റെന്നോ? അതല്ലേ കൂടുതൽ സീറ്റ്. ഇതിൽ രണ്ടുപേരുണ്ടായാലും ആണോ? അനീഷ് ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ വാർഡനെ വിളിച്ചായിരുന്നു. അന്നേരം വാർഡൻ ഇല്ലെന്ന് പറഞ്ഞു. ഇന്നലെ വാർഡൻ വന്ന് ഇന്റർവ്യൂ നടത്തിയായിരുന്നു. 8 പേര് വന്നു, 2 പേര് 4 പേര് വരാനുള്ള സൗകര്യം ക്ലാസ് തുറന്നു വരുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 7 പേരുള്ള എന്നെ പറ്റിയെന്ന് മനസ്സിലായോ? ഈ മറ്റേ മൺചിരാത് കത്തിച്ചതാണെങ്കിൽ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകയുക. കാരണം അതിൽ ഒഴിക്കാനായിട്ട് എണ്ണ മേടിക്കണം. അപ്പോൾ ഇവർക്ക് അവിടെ ഇവിടെയൊക്കെ പോകേണ്ടതായതുകൊണ്ട് ഞാൻ പറഞ്ഞ് മെഷീൻ ഓയിൽ ഒഴിക്കാൻ പറഞ്ഞു. അത് ഒഴിച്ചതേ ഓർക്കുന്നുള്ളൂ. പിന്നെ ഇതെല്ലാം ഭയങ്കര കരിയാണ്. ഈ തവണത്തെ ഞങ്ങളുടെ കരിഞ്ഞ് ഓണമായിപ്പോയി. അത് പറയാ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശിച്ച കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പഠിത്തം ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് അത് വേറെ പഠിക്കുന്ന രീതിയിൽ പോകരുത്. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നത് നല്ല രീതിയിൽ എത്തുക എന്നുള്ളത് കേൾക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം. അത് കേൾപ്പിക്കാൻ നിങ്ങൾ പ്രയത്നിക്കുക. ഇത് ഇവിടെ കൊണ്ട് നിർത്താതെ നിങ്ങൾ വീട്ടിലാണെങ്കിലും തയ്ക്കുക, അല്ലെങ്കിൽ മറ്റ് ടെക്സ്റ്റൈൽസിലൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അവിടെ ചെന്നാണെങ്കിലും പുതിയ എംബ്രോയിഡറി വർക്കുകളൊക്കെ പഠിച്ച് മറ്റ് തലത്തിലേക്ക് ഉയർന്ന ഇതിലേക്ക് മാറിക്കൊണ്ട് പോവുക. ഇത് നിങ്ങളൊന്ന് ഒതുങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മളിത് പഠിക്കുന്നത്. തയ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം വീട്ടിൽ പോയി ഒരു കല്യാണം കഴിച്ച് വീട്ടിൽ നിന്നേക്കാം വിചാരിക്കേണ്ട. നമ്മുടെ കയ്യിലുള്ള ആ കഴിവിനെ നമ്മൾ കുറച്ചും കൂടെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാനൊരു നല്ലൊരു ഓണം ആശംസിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റാഫുകളെ എല്ലാവരെയും ഞാൻ ഈ ഒരു ഓണം ആശംസിച്ച് കഴിക്കുകയാണ്. വിളിക്കേ അജേഷേ, അജേഷേ വിളിക്കേ. നാടുകാണിൽ നിന്നോട് ഓട്ടപ്പാടിക്ക് പോയിരുന്നു ഫോട്ടോ ഇട്ടേ. ചെയ്യാ